അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. യഥാർത്ഥത്തിൽ ഈ ബ്ലോക്ക് ഡയഗ്രാംസിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുമ്പം ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ ബ്ലോക്ക് ഡയഗ്രാം അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം നമുക്കറിയാം, ഇറ്റ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ. പിന്നെ അതിൻ്റെ അകത്ത് 3 മെയിൻ എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഇതാ ഈ ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ബ്ലോക്ക് നമ്മൾ ഈ റെക്റ്റാങ്കുലർ ബോക്സിൽ വരയ്ക്കുന്ന ബ്ലോക്ക്, അതിൻ്റെ ഗെയിൻ ആയിരിക്കും ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് സമ്മിങ് പോയിൻ്റ്, ഇത് ബ്രാഞ്ച് പോയിൻ്റ്. ഓക്കെ, ഇനി ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ നമ്മൾ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ റൂൾസ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ. ഫസ്റ്റ് റൂൾ ഈസ് കമ്പൈനിങ് ദ ബ്ലോക്സ് ഇൻ കാസ്കേഡ്. സപ്പോസ് വി ആർ ഗിവൺ 2 ബ്ലോക്സ് ഇൻ കാസ്കേഡ് ജസ്റ്റ് ലൈക്ക് ദിസ്. അങ്ങനെ തരുവാണെങ്കിൽ 2 ബ്ലോക്സ് കാസ്കേഡ് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് തരുവാണെങ്കിൽ നമുക്കതിനെ ഒരു സിംഗിൾ ബ്ലോക്കാക്കി മാറ്റാം, G1 G2. ഇനി 2 ബ്ലോക്ക് പാരലൽ ആയിട്ടാണ് തരുന്നതെങ്കിൽ നമുക്കതിനെയും സിംഗിൾ ബ്ലോക്കാക്കി മാറ്റാം, G1 + G2. ഓക്കെ, അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, കുട്ടികൾ എപ്പോഴും തെറ്റ് വരുത്തുന്നതാണ്. അതായത് ഇവിടെ ഫോർവേഡ് പാത്താണ്, ഇവിടെയും ഫോർവേഡ് പാത്താണ്. ഇങ്ങനെ രണ്ടും ഫോർവേഡ് പാത്താണെങ്കിൽ മാത്രമാണത് പാരലൽ കണക്ഷൻ. അല്ലാതെ ഇതിപ്പം ഫോർവേഡ് പാത്തും ഇത് റിവേഴ്സ് പാത്തുമാണെങ്കിൽ, നമ്മുടെ ഈ സമ്മിങ് പോയിൻ്റ് ഇപ്പുറത്താണെങ്കിൽ അതെന്തായിട്ട് മാറും? ഫീഡ്ബാക്ക് ആയിട്ട് മാറും. ഇത് ഇൻപുട്ടിൽ നിന്ന് 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞ് പിന്നെ ഒരു സ്ഥലത്ത് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്. ഓക്കെ, പാരലൽ ബ്ലോക്ക് ഓർ കമ്പൈനിങ് ഫീഡ് ഫോർവേഡ് പാത്തിനെ കമ്പൈൻ ചെയ്യുന്നതാണ് പാരലൽ. അങ്ങനെ വരുമ്പോൾ 2 ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒറ്റ ബ്ലോക്കാക്കി എഴുതാം, ദാറ്റ് ഇസ് G1 + G2. നെക്സ്റ്റ്, ബ്രാഞ്ച് പോയിൻ്റ് അഹെഡ് ഓഫ് ദി ബ്ലോക്ക്. മൂവിങ് ദ ബ്രാഞ്ച് പോയിൻ്റ് അഹെഡ് ഓഫ് ദ ബ്ലോക്ക്. സപ്പോസ് നമ്മുടെ കയ്യിലൊരു ബ്ലോക്ക് ഉണ്ട് G, നമുക്ക് ഈ ബ്രാഞ്ച് പോയിൻറ്റിനെ ഈ Gയുടെ ഇപ്പുറത്തോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാം, പ്രൊവൈഡഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ബ്രാഞ്ച് ലൈനില്ലേ, ഈ ബ്രാഞ്ച് ലൈനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? 1/G ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നോക്കിയേ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫിഗറിനെയാണല്ലോ ഈ ഫിഗറായിട്ട് ഇക്വലൻ്റ് ആക്കി മാറ്റുന്നത്. ഈ ഫിഗറിൽ നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത് എന്താണ്? AG ആണ് ഔട്ട്പുട്ട് വരേണ്ടത്. ഈ ഫിഗറിൽ ഔട്ട്പുട്ട് എന്താ വരേണ്ടത്? A ആണ് വരേണ്ടത്. നമ്മൾ ഇവിടെ ബ്രാഞ്ചിങ് പോയിൻ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ എന്താവും വരുന്നത്? AG ആയിരിക്കും വരുന്നത്. ആക്ച്വലി എന്താ നമുക്ക് വേണ്ടേ? A മതി. അപ്പോൾ ഈ ബ്ലോക്കിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഒരു 1/G ആഡ് ചെയ്ത് കൊടുക്കണം, G ആക്കണം എന്നുണ്ടെങ്കിൽ. അതാണ് ഈ മൂവിങ് ദ ബ്രാഞ്ചിങ് പോയിൻ്റ് അഹെഡ് ഓഫ് ദ ബ്ലോക്ക്. AG ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു 1/G ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി തിരിച്ചാണെങ്കിലോ, അതായത് കമ്പൈനിങ് ദ ബ്ലോക്സ് ഓർ മൂവിങ് ദ ബ്രാഞ്ച് പോയിൻ്റ് ബിഫോർ ദ ബ്ലോക്ക്. ഇപ്പോൾ ഇവിടെയാണ് ബ്രാഞ്ച് പോയിൻ്റ്, അതിനെ നമുക്ക് Gക്ക് മുന്നേ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ 1/G വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അഹെഡ് ഓഫ് ദ ബ്ലോക്ക് ആക്കണമെങ്കിൽ അപ്പോൾ ബിഫോർ ആക്കണം എന്ത് ചെയ്താൽ മതി? G വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇതിപ്പം ബ്രാഞ്ചിങ് പോയിൻറ്റിനെയാണ് മാറ്റിയത്. നമുക്കിനി സമ്മിങ് പോയിൻറ്റിനെ അപ്പുറത്തോട്ട്, ഒരു ബ്ലോക്കിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ മൂവിങ് ദ സമ്മിങ് പോയിൻ്റ് അഹെഡ് ഓഫ് ദ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്രാഞ്ച് ലൈനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? G ആഡ് ചെയ്യണം. ഓക്കെ, ഇനി മൂവിങ് ദ സമ്മിങ് പോയിൻ്റ് ബിഫോർ ദ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ച് ലൈനിൽ 1/G ആഡ് ചെയ്യണം. ഇതിന് നേരെ വിപരീതമാണ് നമ്മുടെ മറ്റേ ബ്രാഞ്ചിങ് പോയിൻറ്റിൽ ചെയ്യുന്നത്. സമ്മിങ് പോയിൻറ്റിൽ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരുന്നാൽ മതി. ഫോർ എക്സാമ്പിൾ സമ്മിങ് പോയിൻറ്റിലെ കാര്യം മാത്രം ഓർത്തിരുന്നാൽ ബാക്കി 3 കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇൻ്റർചേഞ്ചിങ് ദ സമ്മിങ് പോയിൻറ്റ്. അപ്പോൾ ഇത് നോക്കിയേ, A + B ആണ് ഇവിടെ വരുന്നത്. ഈ A + B - C, ഫൈനൽ ആൻസർ A + B - C ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ Bക്ക് പകരം ഇവിടെ C കൊടുക്കാം. ഈ Bക്ക് പകരം ഇവിടെ വേണമെങ്കിൽ C കൊടുക്കാം. എന്നിട്ട് ഈ Cയുടെ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? Bയും കൊടുക്കാം. ആൻസറിൽ വ്യത്യാസം വരത്തില്ല. നമുക്ക് എങ്ങനെ ചെയ്താലും A + B - C എന്ന് തന്നെ കിട്ടും. ഓക്കെ, അതേപോലെ സ്പ്ലിറ്റിംഗ് ദ സമ്മിങ് പോയിൻറ്റ്സ്. ഇവിടെ നോക്കിയേ, ++- ഫൈനൽ ആൻസർ എത്രയാണ് വരുന്നത്? A + B + -C എന്നാണ് വരുന്നത്.
അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് 2 സമ്മിങ് പോയിൻ്റ് യൂസ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് ഇതേപോലെ A+B, എന്നിട്ട് ഈ A+Bയുടെ കൂടെ -C. നേരത്തെ നമ്മൾ കമ്പൈൻ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. ഓക്കെ, ഇനി എലിമിനേഷൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൽ എല്ലാ സ്ഥലത്തും വേണ്ടുന്ന സാധനമാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു G ഉണ്ട്, ഒരു ബ്ലോക്കുണ്ട്. ഓക്കെ, അതിൻ്റെ ഗെയിൻ G ആണ്. എന്നിട്ട് ഈ ബ്ലോക്കിൻ്റെ, ശ്രദ്ധിച്ചോണം, ഈ ബ്ലോക്കിൻ്റെ ഔട്ടിൽ നിന്നൊരു പോർഷൻ എടുത്ത് ഇൻപുട്ടിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇൻപുട്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മളിവിടെ ഒരു സമ്മിങ് പോയിൻ്റ് വരച്ചു. എന്നിട്ട് ഈ കൊടുക്കുന്ന സ്ഥലം, അതായത് ഈ ഫീഡ്ബാക്കിനൊരു ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക, അത് H ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും കൊടുക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവും. ഇവിടെ പോസിറ്റീവും ഇവിടെയും പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ, സപ്പോസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താണ് ഫോർമുല? G/1+GH. ഇതും എല്ലാവരും തെറ്റിക്കുന്നതാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതേപോലെ പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുവാണെങ്കിൽ, എലിമിനേഷൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുവാണെങ്കിൽ എങ്ങനെ? അതായത് ഇത് നോക്കി, ഇത് നമുക്ക് ഇവിടെ ഒരു ഫോർവേഡ് പാത്ത്, ഇത് ഫീഡ്ബാക്ക് ചെയ്തുമാണ് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ്, അതായത് ഇത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഇക്വേഷൻ എങ്ങനെ മാറും? G/1-G/H. ഇപ്പോൾ യൂണിറ്റി ഫീഡ്ബാക്ക് ഒക്കെ തരുവാണെങ്കിൽ Hൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ മൊഡ്യൂൾ അവസാനം വരെ യൂണിറ്റി ഫീഡ്ബാക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. മെയിനായിട്ട് ഈ ഇക്വേഷൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ G/1+GH, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ G/1-GH. ഇനി നമുക്ക് ജസ്റ്റ് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ പ്രോബ്ലം നോക്കിയാൽ, റെഡ്യൂസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഷോൺ ഇൻ ഫിഗർ ആൻഡ് ഫൈൻഡ് C/R. ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഫിഗർ ഒന്ന് നല്ലതുപോലെ അനലൈസ് ചെയ്യുക. അപ്പോൾ നോക്കാൻ നേരത്ത് നമുക്കിതാ ഈ ബ്രാഞ്ചിങ് പോയിൻറ്റിനെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റിയാൽ, അതായത് ഈ ബ്രാഞ്ചിങ് പോയിൻറ്റിനെ നമ്മുടെ ഈ G1ൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റിയാൽ നമുക്കിതൊരു ഫീഡ്ബാക്ക് പാത്ത് പോലെ വരികയും കുറച്ചുകൂടെ റെഡ്യൂസ്ഡ് ആയ കണക്കും തോന്നും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ആസ് പെർ ദ റൂൾ അനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ഏത് പോയിൻ്റാണ്? സമ്മിങ് പോയിൻ്റാണോ ബ്രാഞ്ചിങ് പോയിൻ്റാണോ? ഇറ്റ് ഈസ് എ ബ്രാഞ്ചിങ് പോയിൻ്റ്. ഒരു ബ്രാഞ്ചിങ് പോയിൻ്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ ബ്രാഞ്ച് ലൈനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 1/G ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ G എന്താണ്? G ഇവിടെ G1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ സ്ഥലത്ത് നമുക്ക് എന്ത് ആഡ് ചെയ്യണം? 1/G ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ 1/G ആഡ് ചെയ്തിട്ടുള്ള ഫിഗറാണ് ഇത്. ഓക്കെ, ഇവിടെ ഇരുന്ന ബ്ലോക്കിനെ ഇപ്പുറത്തോട്ട് മാറ്റി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ബ്രാഞ്ചിങ് പോയിൻ്റ് ഉണ്ട്. ആ ബ്രാഞ്ചിങ് പോയിൻ്റ് ഇപ്പുറത്തോട്ടാണ് ഞാൻ നമ്മുടെ ബ്ലോക്കിനെ മാറ്റിയത്. അപ്പോൾ നമുക്ക് 1/G1 ആഡ് ചെയ്തു. G1 വരാൻ കാര്യം എന്താ? ഈ ബ്ലോക്കിന് ഇപ്പുറത്തോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ 1/G1 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ G2 ആയിരുന്നെങ്കിൽ ഇവിടെ 1/G2 ആഡ് ചെയ്യണം. ഓക്കെ, 1/G1ഉം G3യും. അപ്പോൾ നോക്കിയതാ, ഇത് രണ്ടും എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? കാസ്കേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടും കൂടെ നമുക്ക് ഒറ്റ ബ്ലോക്ക് ആക്കി കൂടെ? അപ്പോൾ എക്സാമിന് എഴുതുമ്പം ഇത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. എന്നിട്ട് ഇതേപോലെ കമ്പൈൻ ചെയ്യുന്നതിനെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസിൽ കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിളായിട്ട് എങ്ങനെ എഴുതാം? G3/G1 എന്ന് എഴുതാം. എങ്ങനെയാണ് G3/G1 വന്നത്? ഈ 1/G1 ഇൻറ്റു G3. 1/G1 ഇൻറ്റു G3 ഈസ് G3/G1. പിന്നെ അതാ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഈ ബ്രാഞ്ചിങ് പോയിൻ്റ് ഇപ്പുറത്തോട്ട് മാറ്റിയപ്പോൾ ഇതൊരു ഫീഡ്ബാക്ക് പാത്ത് ആയില്ലേ? ഏത് ഫീഡ്ബാക്ക് പാത്താണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക്. വെരി ഗുഡ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? G1/1 പ്ലസ് ആണോ മൈനസ് ആണോ? നെഗറ്റീവ് ആണെങ്കിൽ 1+. G1/1+G1 ഇൻറ്റു H. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് റെഡ്യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഇതിനെ ഡോട്ടഡ് ലൈനിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? G1/1+G1 ഇൻറ്റു H എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടി G1/1 + G1 × H. ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടി G3/G1. ഈ G3/G1 ഉം G2 ഒന്ന് നോക്കിയാൽ ഇവിടെ G3/G1, ഇവിടെ G2. അപ്പോൾ നമുക്ക് അത് രണ്ടും എന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷൻ അല്ലേ? ഏതാ നോക്കിയേ, പ്ലസ് പ്ലസ്, പിന്നെ രണ്ടും ഫോർവേഡ് പാത്താണ്. അപ്പോൾ എങ്ങനെ വരും? ഇതേപോലെ G3/G1 ഉം G2 ഉം പാരലൽ കണക്ഷനാണ്. ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഓൾറെഡി എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഇതിനെ വീണ്ടും ബോക്സ് വരയ്ക്കുക. ഇത് പാരലൽ കണക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? G3/G1 + G2 എന്ന് വരും അല്ലേ? അതെ. അപ്പം അങ്ങനെ എഴുതി കഴിയുമ്പോൾ G2 + G3/G1. ഇത് രണ്ടും പിന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്തുകൂടെ? ഇത് എന്ത് കണക്ഷനാണ്? സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ G1 × G2. ഇവിടുത്തെ G1ൻ്റെ വാല്യൂ എത്ര? G1/1 + G1H. ഇവിടെ G2 + G3/G1. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഇവിടം വരെ എഴുതിയാലും മതി, ഇനി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇവിടം വരെ എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ഹൂസ് ബ്ലോക്ക് ഡയഗ്രം ഈസ് ഷോൺ ബിലോ. അതാണ്ട് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ബ്രാഞ്ചിങ് പോയിൻറ്റിനെ എടുത്ത് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റാം, എന്നിട്ട് റെഡ്യൂസ് ചെയ്ത് ചെയ്യാം. ഈ ബ്രാഞ്ചിങ് പോയിൻറ്റിനെ, ഈ സമ്മിങ് പോയിൻറ്റിനെ മാറ്റി ചെയ്യാം. അങ്ങനെ പലതും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ബ്രാഞ്ചിങ് പോയിൻറ്റിനെ ഇപ്പുറത്തോട്ട് മാറ്റുകയാണ്. ഒരു ബ്രാഞ്ചിങ് പോയിൻറ്റിനെ ബ്ലോക്കിൻ്റെ ബിഫോർ മാറ്റുവാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബ്ലോക്കിൻ്റെ ബിഫോർ മാറ്റുവാണെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ച് ലൈനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബ്രാഞ്ച് ലൈനിൽ × G ചെയ്യണം. എഹെഡ് ആണെങ്കിൽ 1/G, ഇവിടെയാണ് × G. ഇവിടെ ജിയുടെ വാല്യൂ എത്രയാണ്? G2. അപ്പോൾ H1ൻ്റെ അവിടെ എന്ത് ചെയ്യണം? H1ൻ്റെ അവിടെ × G2. ഓക്കെ. അപ്പോൾ അതിനെ ഇപ്പുറത്തോട്ട് മാറ്റി. അപ്പം അത് മാറ്റിയപ്പോഴത്തേക്ക് ബാക്കി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റെഡ്യൂസായി വരും. ഇത് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇത് രണ്ടും എന്താവും? സീരീസ് ആവും. ആ സീരീസും പിന്നെ ഇത് എന്താവും? ഈ സീരീസിന് പാരലൽ ആവും. അപ്പോൾ നോക്കി, ഇത് രണ്ടും സീരീസ് ആകുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ത് വരും? G1 G3. ഇനി ഈ G1 G3 G4 എങ്ങനെ മാറും? G1 G3 + G4. അപ്പോൾ ഇത് ഒറ്റയടിക്ക് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് എഴുതാനൊക്കെ തോന്നും. അങ്ങനെ ചെയ്യരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരച്ച്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത്. ഓക്കെ. ദെൻ അത് കഴിയുമ്പോൾ ഈ ഒരു ഫുൾ സാധനം അങ്ങ് റെഡ്യൂസ് ആവും. പിന്നെ നോക്കാൻ നേരത്ത് ഇവിടെ H1, അത് ഓൾറെഡി നമ്മൾ എഴുതിയല്ലോ, H1 × G2 എന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതുക. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ റെഡ്യൂസ് ചെയ്ത സാധനമാണ് ഇത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ സമ്മിങ് പോയിൻറ്റിനെ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഓക്കെ. ഈ സമ്മിങ് പോയിൻറ്റിനെ ബ്ലോക്കിൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആ ബ്രാഞ്ചിൽ എന്തുവാണ് ആഡ് ചെയ്യേണ്ടത്? സമ്മിങ് പോയിൻറ്റിനെ ഈ ബ്രാഞ്ചിൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ G1ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് മാറ്റുന്നത് അല്ലേ? അപ്പം ഇതിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? 1/G1 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1/G1 ആഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ രണ്ടിനെയും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ രണ്ടിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ റെഡ്യൂസ് ആയിട്ട് എന്താ പറയുക, ഈ ഓവർലാപ്പ് ചെയ്ത് കിടന്ന സാധനം കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പം നമുക്കിതാ ഇങ്ങനൊരു ബ്ലോക്ക് കിട്ടി. അതിനെ ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. ഇതെങ്ങനെ വരും? G1 / 1 + G1 × H. Hൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്തോ? H1 × G2. ഫീഡ്ബാക്ക് പാത്ത്. അതും ഇതും എന്താണ്? സീരീസ്. അപ്പോൾ ഇത്രയും ഭാഗം അങ്ങ് റെഡ്യൂസായി. ഇനി നോക്കിയാൽ ഇത് രണ്ടും റെഡ്യൂസ് ആക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കിയത് ഇങ്ങനൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ വീണ്ടും നോക്കാൻ നേരത്ത് ഈ വാല്യൂവും എഗെയിൻ ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? G / 1 + GH ആണ്. ഇവിടെ ഈ മേളിൽ കിടക്കുന്ന ജിയുടെ വാല്യൂ എന്തുവാ? G1 × G2 G3 + G4/1 + G1 G2/H1. താഴെ കിടക്കുന്ന Hൻ്റെ വാല്യൂ എന്തുവാ? H2/G1. അപ്പോൾ ഈ G എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
എച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ജി. അപ്പോൾ ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഇൻറ്റു എച്ച്. ഓക്കെ, ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനൊരു ടേം കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു ടേം കിട്ടുമ്പോൾ തീർന്നു, അവിടെ വെച്ചും തീർന്നില്ല. എഗെയിൻ നമുക്കൊരു ഫീഡ്ബാക്ക് പാത്ത് ഇതേപോലെ വരും. ആ ഫീഡ്ബാക്ക് പാത്ത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത്? എഗെയിൻ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. പക്ഷേ ഇവിടെ എച്ചിൻ്റെ വാല്യൂ നോക്കിയേ, എച്ചിന് വാല്യൂ ഉണ്ടോ? എച്ചിന് വാല്യൂ ഇല്ല. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരും? ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഇൻറ്റു എച്ച്. ജിയുടെ വാല്യൂ ഇതാണ്, എച്ചിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഇൻറ്റു എച്ച്. എച്ചിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ജി ഡിവൈഡ് ബൈ 1 പ്ലസ് ജി. അതാണ് ഈ കാണിച്ചിരിക്കുന്ന റെഡ്യൂസ്ഡ് ഫോമാണിത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇതാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഹൂസ് ബ്ലോക്ക് ഡയഗ്രം ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു നേരത്തെ ചെയ്ത പ്രോബ്ലംസ് ഒരു 2 ടൈംസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വരും ഇതിനെ ഏതിലോട്ട് മാറ്റിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇപ്പം കാണുമ്പോൾ വേറെ രീതിയിൽ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, എല്ലാത്തിലും മെത്തേഡ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യമേ ഈ ബ്രാഞ്ചിങ് പോയിൻറ്റിനെ ഇങ്ങോട്ട് മാറ്റി. ഒരു ബ്രാഞ്ചിങ് പോയിൻറ്റിനെ ബ്ലോക്കിൻ്റെ ബിഫോർ മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ജി ചെയ്യണം. ഇപ്പോൾ ഇവിടെ ജിയുടെ വാല്യൂ എത്ര? G4. അത് ഏത് ബ്രാഞ്ചിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ ആ മെയിൻ ബ്രാഞ്ചിലാണോ? അല്ല, ബ്രാഞ്ചിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ H1ൻ്റെ കൂടെ. അപ്പോൾ H1ൻ്റെ കൂടെ ആര് വരും? H1 ഇൻറ്റു G4 വരും. ഓക്കെ, എന്നിട്ട് ബാക്കിയെല്ലാം അതേപോലെ വരയ്ക്കാം. അതുപോലെ വരച്ചതിന് ശേഷം അപ്പം നമുക്ക് ഇതിനെയും റെഡ്യൂസ് ചെയ്ത് ഇതെല്ലാം ഒരു പോയിൻ്റായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ മാറും? ഇതേപോലെ മാറും. ഇനി ഇതിൻ്റെ അകത്ത് നോക്കി എഗെയിൻ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാൻ കാര്യം ഇത് ഫോർവേഡ് ലൈന്, ഇത് റിവേഴ്സ് ലൈനുമാണ്. ഇവിടെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച്. ശ്രദ്ധിക്കണം, 1 പ്ലസ് ജി എച്ച്. അപ്പോൾ ഇവിടെ ജിയുടെ വാല്യൂ G3 ബൈ 1 പ്ലസ് G4 ഇൻറ്റു H1. G3 ബൈ 1 പ്ലസ് G4 ഇൻറ്റു H1. അതിനെ റെഡ്യൂസ് ചെയ്തു. അത് ഏതിന് സീരീസ് ആയിട്ട് വരും? അത് റെഡ്യൂസ് ചെയ്തങ്ങ് എഴുതണം, വരയ്ക്കണം. എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇതിനെ ബോക്സ് വരച്ച് ഡോട്ടഡ് ലൈൻസ് ഉള്ള ബോക്സ് വരച്ചിട്ട് റെഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ G3 വരും. G2 ഇൻറ്റു ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ G2 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എഗെയിൻ അത് ഇവിടെ എന്തായിട്ട് വരും? എഗെയിൻ അതിവിടെ ഒരു ഫീഡ്ബാക്ക് പാത്തായിട്ട് വരും. അതിനെ റെഡ്യൂസ് ചെയ്യുക. അതിനെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതും പിന്നെ ഈ G1ഉം കാസ്കേഡായിട്ട് വരും അല്ലേ? അപ്പോൾ കാസ്കേഡായിട്ട് വരുമ്പോൾ നമുക്ക് അതിനെയും റെഡ്യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ബോക്സ് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? ഒരു ഫോർവേഡ് പാത്ത്, ഒരു ഫീഡ്ബാക്ക് പാത്ത് കിട്ടും അല്ലേ? അപ്പോൾ ആ ഫീഡ്ബാക്ക് പാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് G ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1H ജസ്റ്റ് LCM എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? C(S) ബൈ R(S) എന്ന് കിട്ടും. ഈ 3 പ്രോബ്ലംസ് മിനിമം എക്സാമിന് വേണ്ടി ചെയ്ത് നോക്കണം. ഓക്കെ.